അഡ്മിനിസ്ട്രേറ്റീവ് ലോ ഇൻ ഫ്രാൻസ്. അതിൻ്റെ മറ്റൊരു പേരാണ് ഡ്രോയിറ്റ് അഡ്മിനിസ്ട്രേറ്റീവ്. സോ അഡ്മിനിസ്ട്രേറ്റീവ് ലോ ഈസ് one of the unique features of the judicial system in France and other continental countries. ഇപ്പോൾ ഈ അഡ്മിനിസ്ട്രേറ്റീവ് ലോ എന്ന് പറയുന്നത് ഫ്രാൻസിലെ ജുഡീഷ്യൽ സംവിധാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വഭാവ സവിശേഷതയാണ്. അതോടൊപ്പം തന്നെ മറ്റ് കോണ്ടിനെൻ്റൽ കൺട്രീസിൽ ഈ സിസ്റ്റം എന്ത് ചെയ്യുന്നു, നിലനിൽക്കുന്നു. The term administrative law means body of rules which regulate the relations of administrative authority towards private citizen and determine the position of state officials. The rights and liberties of the private citizens is their dealings with officials as representatives of the state and procedure by which these liberties are enforced. ഇതിന് ഒരു നീളമുള്ള ഡെഫിനിഷനാണ് പറയുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് ലോ എന്ന് പറഞ്ഞാൽ ഒരു ബോഡി ഓഫ് റൂൾസ് ആണ്, ഒരു കൂട്ടം നിയമങ്ങൾ വിച്ച് റെഗുലേറ്റ് ദ റിലേഷൻസ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റി ടുവേഴ്സ് പ്രൈവറ്റ് സിറ്റിസൺസ്. സ്വകാര്യ വ്യക്തികളും അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റീസും തമ്മിലുണ്ടാവുന്ന ബന്ധങ്ങളെ ക്രമീകരിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കൂട്ടം നിയമങ്ങളാണ് എന്ന് പറയുക അഡ്മിനിസ്ട്രേറ്റീവ് ലോ എന്ന് പറയുന്നത്. സോ അഡ്മിനിസ്ട്രേറ്റീവ് ലോ ഈസ് എ ബോഡി ഓഫ് റൂൾസ് വിച്ച് റെഗുലേറ്റ്സ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ അഡ്മിനിസ്ട്രേറ്റീവ് ഒഫീഷ്യൽസ് ആൻഡ് പ്രൈവറ്റ് സിറ്റിസൺസ് ആൻഡ് ഡിറ്റർമൈൻ ദ പൊസിഷൻ ഓഫ് സ്റ്റേറ്റ് ഒഫീഷ്യൽസ്. എന്നിട്ട് അപ്പോൾ ഇങ്ങനെ ബന്ധം ക്രമീകരിക്കുക മാത്രമല്ല, ഈ സ്റ്റേറ്റ് ഒഫീഷ്യൽസിൻ്റെ പൊസിഷനെയും എന്ത് ചെയ്യുന്നു, തീരുമാനിക്കുന്നു. ഇനി ദ റൈറ്റ്സ് ആൻഡ് ലിബർട്ടീസ് ഓഫ് പ്രൈവറ്റ് സിറ്റിസൺസ്, സ്വകാര്യ വ്യക്തികളുടെ അവകാശങ്ങളെക്കുറിച്ചും സ്വാതന്ത്ര്യത്തെക്കുറിച്ചും പ്രതിപാദിക്കുന്നു. ആൻഡ് ദ ഒഫീഷ്യൽസ് ആൻഡ് റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് ദി സ്റ്റേറ്റിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സും അതുപോലെ തന്നെ ഒഫീഷ്യൽസും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും ഡീൽ ചെയ്യുന്നു. ആൻഡ് പ്രൊസീജിയർ ബൈ വിച്ച് ദീസ് ലിബർട്ടീസ് ആർ എൻഫോഴ്സ്ഡ്, എങ്ങനെയാണ് ഈ സ്വാതന്ത്ര്യം നടപ്പിലാക്കുന്നത് എന്നതിനെക്കുറിച്ചും പ്രതിപാദിക്കുന്നതാണ് എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ലോ. അപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ലോ എന്ന് പറഞ്ഞാൽ ആദ്യം നമുക്ക് പറയാൻ കഴിയണം, ഇറ്റ് ഈസ് എ ബോഡി ഓഫ് റൂൾസ് വിച്ച് ഡിറ്റർമൈൻ ദ റിലേഷൻ ബിറ്റ്വീൻ പ്രൈവറ്റ് സിറ്റിസൺ ആൻഡ് ഗവൺമെൻറ് ഒഫീഷ്യൽസ് ആൻഡ് ഇറ്റ് ആൾസോ ഡിറ്റർമൈൻ അബൌട്ട് ദ റൈറ്റ്സ് ആൻഡ് ലിബർട്ടീസ് ഓഫ് ദി പീപ്പിൾ ആൻഡ് ആൾസോ മെയിൻറ്റെയിൻ റിലേഷൻ ബിറ്റ്വീൻ ദ പൊസിഷൻ ഓഫ് ഗവൺമെൻറ് ഒഫീഷ്യൽസ് ആൻഡ് പ്രൈവറ്റ് സിറ്റിസൺസ്. then it also explain about the procedure by which the laws are enforced. ഈ നിയമങ്ങൾ എങ്ങനെ നടപ്പിലാക്കുന്നു എന്നതിനെക്കുറിച്ച് എന്ത് ചെയ്യുന്നു പറയുന്നു. So the government officials are free from the jurisdiction of ordinary courts. അതായത് ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ എങ്ങനെയാണ് ഓർഡിനറി കോർട്സിൻ്റെ നിയമങ്ങളിൽ നിന്ന് സ്വതന്ത്രമായിട്ട് എന്ത് ചെയ്യുന്നു, പ്രവർത്തിക്കുന്നു. They are treated by special administrative courts. സാധാരണ ഓർഡിനറി കോർട്ടല്ല ഗവൺമെൻറ് ഒഫീഷ്യൽസിൻ്റെ കാര്യങ്ങൾ നിർണ്ണയം ചെയ്യുന്നത്. അതിന് പകരമായിട്ട് അവിടെ എന്താണ്, അഡ്മിനിസ്ട്രേറ്റീവ് കോർട്ടുകൾ, സ്പെഷ്യൽ അഡ്മിനിസ്ട്രേറ്റീവ് കോർട്ടുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, സ്ഥാപിച്ചിട്ടുണ്ട്. ഇറ്റ് എൻഷുവേഴ്സ് കോമ്പൻസേഷൻ ഓഫ് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ഫോർ എൻക്വയറീസ് സസ്റ്റൈൻഡ് അറ്റ് ദ ഹാൻഡ്സ് ഓഫ് സ്റ്റേറ്റ് അതോറിറ്റീസ്. അപ്പോൾ ഇതെന്താണ്, ഈ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിന് എന്താണ് കോമ്പൻസേഷൻ എന്ത് ചെയ്യുന്നു, പ്രൊവൈഡ് ചെയ്യുന്നു. അതായത് ഇപ്പോൾ സ്റ്റേറ്റ് ഒഫീഷ്യൽസ്, ഗവൺമെൻറ് ഒഫീഷ്യൽസ് പിന്നെ ഇവർക്കെതിരായിട്ട് സാധാരണക്കാർക്കെതിരായിട്ട് നിയമവിരുദ്ധമായി പ്രവർത്തിക്കുകയാണെങ്കിൽ അവരിൽ നിന്നും എന്ത് ചെയ്യാം, അഡ്മിനിസ്ട്രേറ്റീവ് കോർട്ടിൻ്റെ ഇടപെടൽ മൂലം ഇവർക്ക് എന്ത് ചെയ്യാം, ധനസഹായം കോമ്പൻസേഷൻ വാങ്ങി അതുകൊണ്ട്. അതുകൊണ്ട് ഒരിക്കലും അഡ്മിനിസ്ട്രേറ്റീവ് ഒഫീഷ്യൽസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കേസ് ഓർഡിനറി കോർട്ട് ഓഫ് ലോയുടെ കീഴിലുള്ള വരുന്നത് സ്പെഷ്യൽ അഡ്മിനിസ്ട്രേറ്റീവ് കോർട്ടിൻ്റെ കീഴിലാണ് ഇത് എന്ത് ചെയ്യുന്നത്, ഡീൽ ചെയ്യുന്നത്. ദ ഫീച്ചേഴ്സ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ലോസ്, ഇതിലെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് നോക്കാം. ഒന്ന്, പബ്ലിക് ഒഫീഷ്യൽസ് ആർ ഫ്രീ ഫ്രം ദ ജുറിസ്ഡിക്ഷൻ ഓഫ് ഓർഡിനറി കോർട്ട് ഫോർ ദിയർ ഒഫീഷ്യൽ ആക്ട്സ്. അപ്പോൾ ഈ പബ്ലിക് ഒഫീഷ്യൽസ് എന്ന് പറയുന്നത് അവരെങ്ങനെയാണ്, അവരുടെ ഒഫീഷ്യൽ ആക്ടിൻ്റെ നിന്നും എങ്ങനെയാണ് സാധാരണ കോടതിയിൽ നിന്നും സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കുന്നത്. അതായത് സാധാരണ കോടതിയിൽ ഇവരുടെ കേസ് ചെയ്യുന്നില്ല, പരിഗണിക്കുന്നത്. രണ്ടാമത്, ഒഫീഷ്യൽസ് ആർ ട്രീറ്റഡ് ബൈ എ സ്പെഷ്യൽ ട്രിബ്യൂണൽ. ഈ ഒഫീഷ്യൽസിനെ ട്രീറ്റ് ചെയ്യുന്നത് ആരായിരിക്കും, ഒരു പ്രത്യേക ട്രിബ്യൂണൽ ആയിരിക്കും. വെൻ ദേ ആർ സ്യൂഡ് ബൈ പ്രൈവറ്റ് ഇൻഡിവിജ്വൽ ഫോർ ദെയർ റോങ്
ഫുൾ ആക്ട്സ്. അതായത് സ്വകാര്യ വ്യക്തികൾക്കെതിരായിട്ട് ഇവർ എന്തെങ്കിലും രീതിയിൽ പെരുമാറിയാൽ, പ്രവർത്തിച്ചാൽ അവർക്കെതിരെ കേസ് കൈകാര്യം ചെയ്യുന്ന ആരായിരിക്കും? ഈ ഒരു സ്പെഷ്യൽ ട്രിബ്യൂണൽ ആയിരിക്കും. ഇറ്റ് അഷ്യൂർസ് കോമ്പൻസേഷൻ ടു പ്രൈവറ്റ് ഇൻഡിവിജ്വൽ സസ്റ്റെയിൻഡ് ബൈ ദം അറ്റ് ദ ഹാൻഡ്സ് ഓഫ് സ്റ്റേറ്റ് അതോറിറ്റി. അപ്പോൾ ഇവർക്ക് എന്ത് ചെയ്യുന്നു? സ്റ്റേറ്റ് അതോറിറ്റിയുടെ കൈവശത്ത് നിന്ന് എന്ത് ചെയ്യുന്നു? കോമ്പൻസേഷൻ സ്വകാര്യ വ്യക്തികൾക്ക് എന്ത് ചെയ്യുവാൻ, നൽകുവാൻ അഡ്മിനിസ്ട്രേറ്റീവ് ലോ എന്ത് ചെയ്യുന്നു? സഹായിക്കുന്നു. ഇറ്റ് മേക്ക് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ആക്ട്സ് പെർഫോംഡ് ബൈ ദ ഒഫീഷ്യൽ കപ്പാസിറ്റി ആൻഡ് പ്രൈവറ്റ് കപ്പാസിറ്റി. ഇപ്പോൾ ഒഫീഷ്യൽ കപ്പാസിറ്റിയും പ്രൈവറ്റ് കപ്പാസിറ്റിയും തമ്മിലുള്ള പ്രവർത്തനങ്ങൾ തമ്മിലുള്ള അകലം എന്ത് ചെയ്യുന്നു? കീപ്പ് ചെയ്യുവാനും എന്ത് സഹായിക്കുന്നു? അഡ്മിനിസ്ട്രേറ്റീവ് ലോ സഹായിക്കുന്നു. ഇനി ഇറ്റ് ആൾസോ മേഡ് എ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ പബ്ലിക് ലോ ആൻഡ് പ്രൈവറ്റ് ലോ. സ്വകാര്യ നിയമവും പൊതു നിയമവും തമ്മിലുള്ള അകലം കീപ്പ് ചെയ്യാൻ സഹായിക്കുന്നു അഡ്മിനിസ്ട്രേറ്റീവ് ലോ എന്ത് ചെയ്യുന്നു? സഹായിക്കുന്നു. സോ അഡ്മിനിസ്ട്രേറ്റീവ് ലോ ഒറിജിനേറ്റഡ് ആൻഡ് പ്രോളിഫറേറ്റഡ് ഇൻ ഫ്രാൻസ്. ഫ്രാൻസിലാണ് എന്ത് ചെയ്തത്? ഇത് എമർജ് ചെയ്തത് അഡ്മിനിസ്ട്രേറ്റീവ് ലോ എന്ന് പറയുന്നത്. ട്രിബ്യൂണൽസ് ഡി ഇൻസ്റ്റൻസസ്, ട്രിബ്യൂണൽസ് ഡി ഗ്രാൻഡി, ട്രിബ്യൂണൽസ് ഡി കൊമേഴ്സ് എക്സെട്ര ആർ സം ഓഫ് ദ ലീഡിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് കോർട്ട് ഇൻ ഫ്രാൻസ്. ഫ്രാൻസിൽ നിലനിൽക്കുന്ന പ്രധാനപ്പെട്ട ചില അഡ്മിനിസ്ട്രേറ്റീവ് കോടതികളാണ്. ഒന്ന് ട്രിബ്യൂണൽസ് ഡി ഇൻസ്റ്റൻസസ്, അടുത്ത ട്രിബ്യൂണൽസ് ഡി ഗ്രാൻഡി, അടുത്ത ട്രിബ്യൂണൽസ് ഡി കൊമേഴ്സ്. സോ ദ അഡ്മിനിസ്ട്രേറ്റീവ് ലോ ഗ്രാജുവലി സ്പ്രെഡ് ആൾ ഓവർ ദ വേൾഡ്. ഇത് ഫ്രാൻസിലാണ് ഉണ്ടായതെങ്കിൽ പോലും എന്ത് ചെയ്തു? ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇത് വ്യാപിച്ചു. The French people are proud of their system and their proud is praiseworthy. അപ്പോൾ ഈ അഡ്മിനിസ്ട്രേറ്റീവ് ലോയുടെ കീഴിൽ ഫ്രാൻസിലെ ജനങ്ങൾ അഭിമാനം കൊള്ളുകയും അവരുടെ അഭിമാനം എന്ന് പറയുന്നത് വളരെയധികം മഹത്തരമായ ഒന്നും ആണ്.